എല്ലാവർക്കും നമസ്കാരം. ചക്ക കണ്ടല്ലോ. അപ്പോൾ ഇന്നൊരു ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ചക്ക അതിൻ്റെ ചുളയും അതുപോലെ കുറച്ച് കുരുവും പിന്നെ അതിൻ്റെ മടലിൻ്റെ അടിയിലുള്ള ചെറിയ ഒരു വെളുത്ത ഭാഗം ഉണ്ടല്ലോ, അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ കൊടുത്ത് വേവിക്കുക. വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് ഇളക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കേണ്ടതാണ് കേട്ടോ നല്ലത്. വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കടുകും മുളകും കരിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് ചുവന്ന ഉള്ളി, അതായത് ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് അതും കൂടി എണ്ണയിൽ ചേർത്ത് നല്ലപോലെ മൂപ്പിക്കുക. പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മേലെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ചക്കപ്പുഴുക്ക് റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇനി നമുക്ക് പന്നിയൂർ ഗ്രാമത്തിലേക്കൊന്ന് പോകാം. അവിടെ എന്താണെന്നല്ലേ, അവിടുത്തെ വരാഹമൂർത്തി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. പാലക്കാട് ജില്ലയിലെ പന്നിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. 4000 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. പരശുരാമനാണത്രേ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഗണപതി, ശിവൻ, അയ്യപ്പൻ, ഭഗവതി, സുബ്രഹ്മണ്യൻ, ലക്ഷ്മി നാരായണൻ എന്നീ ഉപദേവതകൾക്കെല്ലാം നായകനായിട്ട് ഭൂമിദേവി സമേതനായി കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വരാഹമൂർത്തിയാണ് പ്രതിഷ്ഠ. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പറയപ്പെട്ട പന്തിരകുലത്തിലെ പ്രസിദ്ധനായ പെരുന്തച്ഛനാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പുതുക്കി പണിതത് എന്നാണ് പറയുന്നത്. അപ്പോൾ പെരുന്തച്ഛൻ തൻ്റെ ജന്മനിയോഗം പൂർത്തിയാക്കി തൻ്റെ ഉളിയും മുഴങ്കോലും ഒക്കെ ഉപേക്ഷിച്ച് അവസാനം പണി ചെയ്ത ക്ഷേത്രമാണ് ഈ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം എന്നൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. പിന്നെ പന്നിയൂർ അമ്പലം പണി മുടിയില്ല എന്നാണ് ശാസ്ത്രം. അതേപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.